ലോകത്തിലെ തന്നെ ഏക ചിലന്തി അമ്പലം നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ചിലന്തി അമ്പലത്തിന്റെ വിശേഷങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പഞ്ചായത്തിലാണ് ലോകത്തിലെ തന്നെ ഏക ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന പള്ളിയറ ദേവീക്ഷേത്രമാണ് ചിലന്തി അമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിലന്തി വിഷബാധയ്ക്ക് പരിഹാരം തേടി നിരവധി ആളുകളാണ് ഈ ചിലന്തി അമ്പലത്തിൽ എത്തുന്നത്. ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് നടത്തിയാൽ കടുത്ത ചിലന്തി വിഷബാധയും ശമിക്കും എന്നാണ് വിശ്വാസം. ചിലന്തി അമ്പലത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ആശ്ചര്യ ചൂടാമണി എന്ന സംസ്കൃത കൃതിയുടെ കർത്താവ് ശക്തിഭദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊടുമണ്ണിൽ ചെന്നീർക്കര സ്വരൂപം എന്ന് പേര് കേട്ട ഒരു ബ്രാഹ്മണ കുലമുണ്ടായിരുന്നു. പള്ളിയറ ദേവി ക്ഷേത്രം ഈ കുലത്തിന്റെ അധീനതയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ശക്തിഭദ്ര കുടുംബത്തിലെ ഒരു അന്തർജനത്തിന്റെ നിർവ്വാണ കഥയുമായി ബന്ധപ്പെട്ടാണ് പള്ളിയറ ദേവി ക്ഷേത്രത്തിന് ചിലന്തി അമ്പലം എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ചെന്നീർക്കര ബ്രാഹ്മണ കുലത്തിൽ ആൺപ്രജകൾ ഇല്ലാതാവുകയും ശക്തിഭദ്രർ സാവിത്രി, ശക്തിഭദ്രർ ശ്രീദേവി എന്നീ 2 അന്തർജനങ്ങൾ അവശേഷിക്കുകയും ചെയ്തു. ഇവരെ വാക്കവഞ്ഞിപ്പുഴ മഠത്തിലെ കാരണവരായ ഇരവിത്തായരു എന്ന ബ്രാഹ്മണൻ ദത്തെടുത്ത് വളർത്തി. പിന്നീട് ഇവർ പള്ളിയറ ദേവി ക്ഷേത്രത്തിന് സമീപമുള്ള കോയിക്കൽ കൊട്ടാരത്തിൽ ജീവിച്ചു പോന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു അന്തർജനം ഏകാന്തവാസത്തിൽ ഏർപ്പെടുകയും ആത്മീയതയിൽ ലയിച്ച് അറയ്ക്കുള്ളിൽ ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയെ തപസ്സനുഷ്ഠിച്ചു പോരുകയും ചെയ്തു. തുടർന്ന് ഇവരിൽ ദേവീ ചൈതന്യമുള്ള ചിലന്തികൾ വലകിട്ടിയത്രേ. ചിലന്തികൾ ഇവരുടെ ആജ്ഞാനുവർത്തികളാവുകയും ചെയ്തു. ഈ വലയ്ക്കുള്ളിൽ ഇരുന്ന അന്തർജനം സമാധിയായി എന്നാണ് പറയപ്പെടുന്നത്. തീവ്രഭക്തയായ അന്തർജനത്തിന്റെ ആത്മചൈതന്യം തൊട്ടടുത്ത ദുർഗാക്ഷേത്രത്തിൽ ലയിച്ചു ചേർന്ന് ജഗദംബയിൽ മോക്ഷം പ്രാപിച്ചു എന്നും വിശ്വസിക്കുന്നു. അന്നു മുതലാണ് ക്ഷേത്രം ചിലന്തി അമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നും കരുതുന്നു. ചിലന്തി അമ്പലത്തെ സംബന്ധിച്ച് മറ്റൊരു വിശ്വാസകഥ കൂടിയുണ്ട്. ചെന്നീർക്കര തമ്പുരാക്കന്മാരിൽ രവീന്ദ്ര വിക്രമൻ പ്രശസ്തനായ വിഷചികിത്സകനായിരുന്നു. അപൂർവങ്ങളായ അങ്ങാടി മരുന്നുകളുടെ ശേഖരം തന്നെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. രവീന്ദ്ര വിക്രമന് 3 പെൺമക്കളായിരുന്നു. തന്റെ കാലശേഷം ചികിത്സ തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ വലിയ ഒരു കിടങ്ങ് കുഴിച്ച് തന്റെ സമ്പാദ്യമായ മുഴുവൻ അങ്ങാടി മരുന്നും അതിലിട്ട് മൂടി. ക്ഷേത്രത്തിന് ചുറ്റുമായി കുഴിപ്പിച്ച ഈ കിടങ്ങിൽ നിന്ന് വരുന്ന ഔഷധ ജലമാണ് ക്ഷേത്രക്കിണറ്റിൽ എത്തിച്ചേരുന്നത് എന്നാണ് വിശ്വാസം. തമ്പുരാന്റെ കാലശേഷം മക്കളിൽ മൂത്തവൾ വസൂരി ബാധിച്ച് മരിച്ചു. രണ്ടാമത്തേവൾ ജ്യേഷ്ഠത്തി മരിച്ച നിരാശയിൽ ആത്മഹത്യ ചെയ്തു. മൂന്നാമത്തേവൾ കൊട്ടാരത്തിന്റെ അറയിൽ കയറി തപസ് അനുഷ്ഠിച്ചു. ഇതോടെ ചെന്നീർക്കര രാജവംശവും ഇല്ലാതെയായി. കാലശേഷം പറഞ്ഞ് എഴുതി വെച്ചിരുന്ന ചെമ്പോല പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്പുരാന്റെ സ്വത്തവകാശം മണ്ണടി വാക്കവഞ്ഞിപ്പുഴ മഠത്തിനായി. നാളുകൾക്ക് ശേഷം അവിടെ നിന്ന് ആളുകളെത്തി അറ തുറന്നു നോക്കുമ്പോൾ ചിലന്തികളെ കൊണ്ട് മൂടിയ തമ്പുരാട്ടിയുടെ അസ്ഥികൾ മാത്രമാണ് കണ്ടത്. അങ്ങനെ ആ തമ്പുരാട്ടി ചിലന്തി അമ്മയായി. ദേവസ്ഥാനം കൽപ്പിച്ചു നൽകിയതോടെ കൊട്ടാരത്തിന്റെ നിലവറയിൽ ചിലന്തി തമ്പുരാട്ടിക്കും കിണറ്റുകല്ലിൽ മൂത്ത തമ്പുരാട്ടിക്കും നിവേദ്യം നൽകി വരുന്നു. കാലക്രമത്തിൽ തമ്പുരാട്ടിയെ വിധിപ്രകാരം പള്ളിയറ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വാസമുണ്ട്. ചിലന്തി അമ്പലത്തിൽ വിഷരോഗശാന്തിക്കുള്ള പ്രതിവിധി തേടി നിരവധി ആളുകളാണ് എത്തുന്നത്. വിഷബാധയേറ്റവർ ക്ഷേത്രത്തിലെത്തി കുളിച്ചു തൊഴുത് മലർനിവേദ്യം നടത്തുകയാണ് പതിവ്. തുടർന്ന് പൂജിച്ച ഭസ്മം വാങ്ങി ശരീരത്തിൽ ലേപനം ചെയ്യുന്നു. ഭസ്മലേപനത്തിന്റെ ശക്തിയാൽ ഒരാഴ്ചക്കകം വിഷാംശം ഇല്ലാതായി രോഗശാന്തി വന്നു ചേരുന്നു. ഇവിടുത്തെ കിണറ്റിലെ ജലത്തിന് ഔഷധ ഗുണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.